Hi everyone. In this video, we will explore about YIP, Young Innovators Program in details. നമുക്കറിയുന്നത് പോലെ YIP എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് ചലഞ്ചാണ്. KDISCിൻ്റെ അണ്ടറിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നത്. സോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ നമ്മളെ കുട്ടികളുടെ ഇടയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിനെ കണ്ടുപിടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് അതൊരു പ്രൊഡക്റ്റാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടുകളും ഈ ഒരു കോമ്പറ്റീഷനിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ YIPയിൽ ഐഡിയാസ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനാണ്. സോ നിങ്ങൾ ആദ്യം YIPൻ്റെ പോർട്ടലിൽ പോയിട്ട് നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ അത് കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി ഹാവ് ടു അപ്ഡേറ്റ് അവർ പ്രൊഫൈൽ. നമ്മളെ പ്രൊഫൈൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൽ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്യാനുണ്ട്, ഞാനത് കാണിക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് 2 പേര് അതല്ലെങ്കിൽ 3 പേര് അടങ്ങുന്ന ഒരു ടീമായിട്ടാണ് നമ്മൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, പേഴ്സണൽ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം, പിന്നെ നമ്മളെ പ്രൊഫൈൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ നമ്മളെ ഐഡിയ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇനി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഓൾറെഡി YIPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വരുന്ന പ്രോബ്ലം ഷെൽഫ് എന്ന് പറയുന്ന അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് നിങ്ങൾക്കൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാം. സോ ഇതൊരു ഇന്നോവേറ്റീവ് ചലഞ്ചാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ ഐഡിയ ഷുഡ് ബി ഇന്നോവേറ്റീവ്. ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു ഐഡിയ ആയിരിക്കണം നമ്മൾ ഇതിൽ കോമ്പറ്റീഷനിൽ നമ്മളെ സെഷന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് ആദ്യം എങ്ങനെയാണ് സ്റ്റുഡൻസ് രജിസ്ട്രേഷൻസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ആദ്യം നമ്മൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ YIPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള yip.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് YIPൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങളിപ്പോൾ എൻ്റെ സ്ക്രീനിൽ കാണുന്നത് YIPയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ആക്ച്വലി ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഈ കോമ്പറ്റീഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നോക്കാൻ പറ്റും. ടോട്ടൽ 2018 ഈ ഒരു കോമ്പറ്റീഷൻ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എത്ര പാർട്ടിസിപ്പേഷൻ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ കാണുന്നുണ്ട്. എത്ര സ്റ്റുഡൻസ് ടോട്ടൽ റീച്ച് ഔട്ട് ചെയ്തു, എത്ര എമൗണ്ട് ഫണ്ടിങ് ഗവൺമെൻറ് നടത്തി എന്നുള്ളതൊക്കെ കാണാം. സോ ടോട്ടൽ 6.41 CR എമൗണ്ട് സോ ഫാർ ടിൽ ടുഡേ ഗവൺമെൻറ് ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ നേരെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ദർ ഈസ് സംതിങ് നോട്ടഡ് ഹിയർ, സ്റ്റാർട്ടപ്സ് ബോൺ ഫ്രം YIP. ദാറ്റ് മീൻസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഐഡിയ ഇന്നോവേറ്റീവ് ആണെങ്കിൽ അതൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ആയിട്ട് കംപ്ലീറ്റ്ലി ഒരു കമ്പനി ആയിട്ട് ഫോം ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പുകളും, ആ പ്രൊഡക്റ്റ് ഒരു കമ്പനി ബേസിൽ ലോഞ്ച് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പുകളും നമുക്ക് ഗവൺമെൻറ് തരുന്നുണ്ട്. മെൻറ്ററിങ് ആക്ടിവിറ്റിയും അതേപോലെ തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ എല്ലാം ഇതിലൂടെ നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇതൊരു നമുക്ക് ഇപ്പം സ്റ്റാർട്ടപ്പ് ബോൺ ഫ്രം YIP നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ വന്നിട്ടുള്ള ചില കമ്പനീസിൻ്റെ ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി ഏറ്റവും ലാസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇന്നോവേഷൻ ചലഞ്ചിൽ YIPയിൽ സ്റ്റേറ്റ് ലെവലിലും അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ലെവലിലും ഒക്കെ ഒന്നാമത് എത്തിയിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ വീഡിയോസ് ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിൽ പോയിട്ട് ആ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും ഏത് ടൈപ്പ് ഓഫ് ഇന്നോവേഷൻ, ഏത് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് ഇന്നോവേറ്റീവ് ഐഡിയ ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സ്മോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഒഫീഷ്യൽ പേജ്. ഇനി നമ്മൾ ഐഡിയ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ്. ഓക്കെ, സോ ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, അപ്ലൈ നൗ. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദിസ് അപ്ലൈ നൗ. യെസ്, ജോയിൻ ദ പ്രോഗ്രാം, ക്രിയേറ്റ് ആൻ അക്കൗണ്ട്, സൈൻ അപ്പ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് YIP. സോ ഇവിടെ നമ്മൾ സ്റ്റുഡൻറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ഡമ്മി അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം പേര് ടൈപ്പ് ചെയ്തു, ദെൻ എൻ്റെ ഫോൺ നമ്പർ. ഓക്കെ, സോ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യുന്നു, ദെൻ നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യണം. ജെൻഡർ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇമെയിൽ ID, നമ്മളൊരു ഇമെയിൽ ID കൊടുക്കണം. ഓക്കെ, സോ ഞാനിവിടെ ഒരു ഇമെയിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്.
സോ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെരിഫൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. യെസ്. സോ എൻ്റർ ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. നമ്മൾ അതിവിടെ ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. വെരിഫൈ OTP. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി വെരിഫൈ ചെയ്തു. ഇനി ഞാൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണോ നമ്മളെ സ്കൂളുള്ളത് ആ ഡിസ്ട്രിക്റ്റാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ കാലിക്കറ്റ് കോഴിക്കോട് സെലക്ട് ചെയ്തു. ഇനി ഞാനതിലൊരു സ്കൂൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ടൈപ്പ് അറ്റ്ലീസ്റ്റ് 3 ക്യാരക്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ 3 ക്യാരക്ടേഴ്സ് ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ GDT ആണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ GDT സ്കൂൾ ഞാൻ സെലക്ട് ചെയ്തു. ഇനി പാസ്വേഡ്, ഇവിടെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് നമ്മൾ YAPയുടെ അക്കൗണ്ടാണ്, സ്റ്റുഡൻസിൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇനി വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ മെയിൽ ഐ ഡിയും അതേപോലെ തന്നെ ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ അക്കൗണ്ടിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഈ പാസ്വേഡ് നിങ്ങൾ മറന്നു പോവാതെ സൂക്ഷിച്ച് വെക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ പാസ്വേഡ് കൺഫേം ചെയ്തു. ദെൻ ക്രിയേറ്റ് അക്കൗണ്ട്. യെസ്, പാസ്വേഡിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മിനിമം ഒരു ക്യാപ്സ് വേണം. ഓക്കെ, ദെൻ ക്രിയേറ്റ് അക്കൗണ്ട്. സ്റ്റുഡൻസ് അക്കൗണ്ട് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്നിവിടെ കാണിച്ചു. ഗോ ടു ദ ലോഗിൻ. ഇനി എൻ്റെ അക്കൗണ്ട് ആസ് എ സ്റ്റുഡൻസ് നൗ ദ അക്കൗണ്ട് ഈസ് റെഡി ടു യൂസ്. സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ ഗോ ടു ലോഗിൻ. സോ ലോഗിനിലേക്ക് പോയി. ഇനി ഇവിടെ ലോഗിനിൽ വന്നു കഴിഞ്ഞാൽ കാണാം സ്റ്റുഡൻറ്റ് ഇമെയിൽ പാസ്വേഡ്. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പം ഏത് ഇമെയിൽ ഐ ഡി ആണോ കൊടുത്തത് അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സൈൻ ഇൻ ടു ഡാഷ്ബോർഡ് എന്നുള്ളത് കൊടുക്കാം. ഓക്കെ, സോ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഓക്കെ, സോ നമ്മൾ ചെയ്തത് ഒഫീഷ്യൽ പേജിൽ പോയി അപ്ലൈ ഞാൻ കൊടുത്തു, ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു, നമ്മുടെ ഇമെയിൽ വെരിഫൈ ചെയ്തു, അതിനുശേഷം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു, ആ പാസ്വേഡ് ഉപയോഗിച്ച് ഞാൻ ലോഗിൻ ചെയ്തു. ഇനി ഇതാണ് എൻ്റെ YAPയുടെ ഈ വർഷത്തെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം വെൽക്കം ബാക്ക് രാഹുൽ എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. അപ്ഡേറ്റ് പ്രൊഫൈൽ 20% ആണ് ഇപ്പം എൻ്റെ ഐഡിയ സബ്മിഷൻ്റെ ജേർണിയിൽ 20% കംപ്ലീറ്റ് ആയി. ദാറ്റ് മീൻസ് ഐ ജസ്റ്റ് ക്രിയേറ്റഡ് ദ അക്കൗണ്ട്. ഓക്കെ, അതിലിവിടെ കാണാം സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ്. ഇനി സ്റ്റുഡൻസ് പ്രൊഫൈൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യലാണ്. അതിനുശേഷം വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന ഒരു വീഡിയോ അവിടെ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ വളരെ കെയർഫുള്ളി വാച്ച് ചെയ്യണം. ഇനി ഇവിടെ നെക്സ്റ്റ് എന്ന് കാണാം. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഓക്കെ, സോ ജസ്റ്റ് ക്ലിക്ക് ഓൺ നെക്സ്റ്റ് സ്റ്റുഡൻറ്റ് പ്രൊഫൈൽ. ഇനി ഞാൻ എൻ്റെ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ സ്റ്റുഡൻറ്റ് മൊബൈൽ നമ്പർ ഓണർ, ഇപ്പോൾ ഞാനിവിടെ ഓൺ എന്ന് കൊടുത്തു. അതെല്ലാം നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങളുടെ പാരൻറ്റിൻ്റെയോ മദറിൻ്റെയോ ഫോൺ നമ്പർ ആണെങ്കിൽ നിങ്ങൾ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫാദർ എന്ന് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്തു. മെയിൽ ആണെങ്കിൽ മെയിൽ, ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ. അതിനുശേഷം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യണം. സോ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്തു. ദെൻ കാറ്റഗറിയിൽ ഇവിടുത്തെ കാറ്റഗറിയിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അതിലേതെങ്കിലും കാറ്റഗറിയിൽ നമ്മൾ വരുന്നതിന് അത് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ജനറൽ ആയിട്ട് അതേഴ്സ് എന്ന് കൊടുത്തു. ദെൻ സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിൽ സ്കൂൾസ്. ഓക്കെ, സ്കൂൾസ് എന്ന് കൊടുത്തു. അതിനുശേഷം സെലക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ സബ് കാറ്റഗറി, അതിൽ നമ്മൾ വരുന്നത് ഹൈസ്കൂളാണ്. 8th സ്റ്റാൻഡേർഡ് മുതലാണ് നമ്മൾ ഈ ഒരു കോമ്പറ്റീഷനിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഹൈസ്കൂൾ എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ക്ലാസ്, നിങ്ങൾ 8th 8th ഓർ 9th ഓർ 10th. അപ്പോൾ ഞാനിവിടെ 8th സെലക്ട് ചെയ്തു. ഇനി ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഡിവിഷൻ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിവിഷൻ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിവിടെ A എന്ന് പറയുന്ന ഡിവിഷൻ കൊടുത്തു. അതിനുശേഷം സെലക്ട് ഇയർ ഓഫ് ജോയിനിങ്,
നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ എപ്പോഴാണ് ജോയിൻ ചെയ്തത്, സെലക്ട് ദ ഇയർ ഓഫ് ജോയിനിങ്. ഇപ്പോൾ മേ ബി നിങ്ങൾ സ്കൂൾ ഈ വർഷം ചേർന്നതാണെങ്കിൽ 2026 എന്ന് കൊടുക്കണം. 2 വർഷമായി അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ 2024 എന്ന് കൊടുക്കണം. സോ ഐ എം ജസ്റ്റ് സെലക്ടിങ് 2024. ദെൻ ടൈപ്പ് ഓഫ് പ്രൂഫ്. ഇനി ഇവിടെ സെലക്ട് പ്രൂഫ് എന്ന് പറയുന്നുണ്ട്. അവിടെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ID കാർഡ്, മേ ബി I hope you all have your school ID card. So just select institution ID card, then upload proof document. അപ്പോൾ നിങ്ങൾ ID കാർഡിൻ്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. ഞാനിവിടെ PNG ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ പിന്നെ നിങ്ങളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഞാനിവിടെ അപ്ലോഡ് ചെയ്തു. ദെൻ അതിനുശേഷം ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തു. ഐ അഗ്രി ടു YAPA ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, സോ കംപ്ലീറ്റ് ആയി. ഇനി കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്ലീസ് സേവ് യുവർ ഡ്രാഫ്റ്റ് ബിഫോർ കംപ്ലീറ്റിംഗ്. ഓക്കെ, ആദ്യം നമ്മൾ സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു, അതിനുശേഷം കംപ്ലീറ്റ് പ്രൊഫൈൽ കൊടുക്കുന്നു. ഓക്കെ, so right now the profile is completed. Yes, okay. ഇനി നിങ്ങൾ ഡാഷ്ബോർഡിലേക്ക് വീണ്ടും നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും യെസ് സ്റ്റുഡൻസ് പ്രൊഫൈൽ കംപ്ലീറ്റ്. സോ നമ്മൾ 2 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. നമ്മളെ ഇനീഷ്യൽ രജിസ്ട്രേഷൻ, അതിനുശേഷം സ്റ്റുഡൻസ് പ്രൊഫൈൽ. ഇനി നമുക്കിവിടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ 40% നിങ്ങളിവിടെ കാണാൻ പറ്റും 40% കംപ്ലീറ്റ്. ഇനി ഇവിടെ നെക്സ്റ്റ് വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആക്ച്വലി അതൊരു വീഡിയോ ആണ്. ആ വീഡിയോ നമ്മൾ വളരെ ശ്രദ്ധിച്ച്, ആക്ച്വലി അവർ പറയുന്നത് നമ്മളൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മൾ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് കോമ്പറ്റീഷൻ. സോ അതിലേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു മാക്സിമം 5 minutes ആണ് വീഡിയോ വരുന്നത്. എന്താണ് YAP എന്നതിന്റെ ബ്രീഫാണ് ഇവിടെ വരുന്നത്. YAPയിൽ ഒരു മികച്ച ആശയം കണ്ടെത്തുന്നത് ഒരു പ്രശ്നം കണ്ടുപിടിക്കുന്നതിലൂടെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഞാനിപ്പം ഇത് ഫാസ്റ്റ് അടിക്കുന്നുണ്ട്, നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് വളരെ ക്ഷമയോടുകൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും അത് വാച്ച് ചെയ്യാൻ പറ്റും. സോ അതിനുശേഷം ഐ അക്നോളജ് എന്നുള്ളത് വീണ്ടും ടിക്ക് ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂ ടു ഡാഷ്ബോർഡ്. യെസ്, ഇപ്പോൾ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ 60% നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ക്രിയേഷൻ ആണ്. ഓക്കെ, ഈ ഗ്രൂപ്പ് ക്രിയേഷനിലൂടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് 2 അതല്ലെങ്കിൽ ഒരു 3 പേര് അടങ്ങുന്ന ഗ്രൂപ്പായിട്ടാണ് നമ്മൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. ഇൻഡിവിജ്വൽ സബ്മിഷൻസ് ആർ നോട്ട് അലൗഡ് ഇൻ ദിസ് കാറ്റഗറി. ഓക്കെ, സോ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ആദ്യം സ്റ്റുഡൻസിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ബേസിക് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ്. ദെൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തു. പിന്നെ നമ്മൾ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്രൂപ്പ് ക്രിയേഷനാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗ്രൂപ്പ് ക്രിയേഷൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും മാക്സിമം ഗ്രൂപ്പ് സൈസ് ഈസ് 3 members ഫോർ ദ സ്കൂൾ യൂസേഴ്സ് ആൻഡ് 5 members ഫോർ യൂസർ ഫ്രം ദ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ക്രിയേറ്റ് ഗ്രൂപ്പാണ്. സോ ആക്ച്വലി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരാൾ ലീഡർ ആയിരിക്കും. 2 പേര് അല്ലെങ്കിൽ 3 പേര് ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ആണെങ്കിൽ യു ഹാവ് ടു ഡിസൈഡ് 1 സ്റ്റുഡൻറ്റ് ആസ് എ ലീഡർ. ഓക്കെ, സോ ആ ലീഡറാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലീഡറായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുത്തു. സോ ക്രിയേറ്റ് ഗ്രൂപ്പ് എന്ന് കൊടുക്കുന്നതിന് അത് സെലക്ട് ചെയ്തു. അതിന് തൊട്ട് താഴെ ആ ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ ഞാനിവിടെ ആ ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടി ഇന്നോവേറ്റേഴ്സ് 3 എന്നുള്ളതാണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര്. അത് ഞാനിവിടെ കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് ഗ്രൂപ്പ് കൊടുത്തു. സോ ഗ്രൂപ്പ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, സോ ഇവിടെ കാണാം രാഹുൽ. സോ ഞാൻ രാഹുൽ എന്നുള്ള ഒരു ഡമ്മി പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ രാഹുൽ ഇവിടെ ലീഡറാണ്. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ ടീമിലേക്ക്, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് എങ്കിൽ എനിക്കിവിടെ ഇൻവൈറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പേര് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇൻവൈറ്റ് മെമ്പേഴ്സ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് റീഫ്രഷ് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ടോട്ടൽ 3 പേര് നമുക്കിതിലേക്ക് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് കൊണ്ടുവരാം.
സോ അതിനു വേണ്ടി നമ്മളിവിടെ വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. വ്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ഇൻവൈറ്റ് മെമ്പേഴ്സ്. സോ ഇൻവൈറ്റ് ടീം മെമ്പേഴ്സ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇന്നോവേറ്റേഴ്സ് 3 എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര്. ടീം കോഡ് എന്ന് പറയുന്നത് ഇവിടെ കാണാം 3B64WWW. എന്നുള്ളതാണ്. അതേപോലെ പിന്നും ഇവിടെ കാണാം. അപ്പോൾ ഞാനൊരു ടീം ലീഡറായിട്ടാണ് ഇപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ലോഗൗട്ട് ചെയ്തിട്ട് ഒരു മെമ്പർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതും കൂടെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽസ് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളാണ് ടീം ലീഡർ എങ്കിൽ നിങ്ങളെ ഫ്രണ്ടിന് ഈ ഡീറ്റെയിൽസ് നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ഈ അക്കൗണ്ട് ഒന്ന് ലോഗൗട്ട് ചെയ്യാം. ക്ലോസ് ചെയ്തു, ലോഗൗട്ട് ചെയ്തു. ഓക്കെ, വീണ്ടും ഞാൻ സ്റ്റുഡൻസിൽ പോയി. ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച വേറൊരു അക്കൗണ്ടാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ വേറൊരു മെയിൽ ഐ ഡിയിൽ ക്രിയേറ്റ് ചെയ്ത വേറൊരു ഡെമ്മി അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഓപ്പൺ ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഗ്രൂപ്പ് എടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ ആക്റ്റീവ് ഗ്രൂപ്പ്സ് എന്ന് കൊടുത്തു. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. വ്യൂ ഗ്രൂപ്പ് കൊടുത്തു, ലീവ് ഗ്രൂപ്പ് കൊടുത്തു. കാരണം ഞാൻ എൻ്റെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിലേക്കാണ് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ജോയിൻ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് കൊടുത്തു. അപ്പോൾ ജോയിൻ എക്സിസ്റ്റിംഗ് ഗ്രൂപ്പ് എന്ന് കൊടുത്താൽ ഇവിടെ ഗ്രൂപ്പ് കോഡും അതേപോലെ തന്നെ 6 ഡിജിറ്റ് പിന്നും ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പം നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത രാഹുൽ എന്ന് പറയുന്ന അക്കൗണ്ടിലെ ഗ്രൂപ്പ് കോഡാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനതിവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് കോഡ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് കോഡ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ആ ഡിജിറ്റ് ടൈപ്പ് ചെയ്യാണ്. സോ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് നമ്മൾ ജോയിൻ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ NOC റിക്വയർഡ് ടു ജോയിൻ ദിസ് ഗ്രൂപ്പ് എന്നുള്ളൊരു മെസ്സേജ് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും NOCയുടെ. അതൊരു ഫോർമാറ്റാണ്. അത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. സോ അതിൽ പോയി കഴിഞ്ഞാൽ ഫ്രം പാർട്ടിസിപ്പൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് പാർട്ടിസിപ്പൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എന്ന് കാണാം. ഓക്കെ, എന്നിട്ട് ദാറ്റ് മീൻസ് പാർട്ടിസിപ്പൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രിൻസിപ്പളുടെ പേരാണ് കൊടുക്കേണ്ടത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ഏത് സ്കൂളാണോ ആ സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ പ്രിൻസിപ്പളുടെ പേര്, അതേപോലെ തന്നെ സ്കൂളിൻ്റെ പേര്, പിന്നെ ഐഡിയേറ്റഡ് തീം ലീഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെഡ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് NOCയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഫ്രമിൽ ഇത് രണ്ടും നമ്മൾ ഫില്ല് ചെയ്യണം. അതേപോലെ തന്നെ ടൂം ഫില്ല് ചെയ്യുക. അതിനുശേഷം സ്റ്റുഡൻറ്റ് നെയിം, ഓക്കെ, എന്താണോ നമ്മുടെ ജോയിൻ ചെയ്യേണ്ട ആളെ പേര് എന്താണോ ആ പേര് കൊടുക്കുന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് കൊടുക്കുന്നു, അതേപോലെ തന്നെ ടീം ലീഡിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പ്ലേസും ഡേറ്റും എഴുതിയതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അത് അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുന്നു. സോ സക്സസ്ഫുള്ളി ജോയിൻ ദ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാം രാഹുലാണ് എൻ്റെ ലീഡർ, അതേപോലെ റിയാസ് ആണ് ടീമിൻ്റെ മെമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, യെസ്. ഇനി ഞാൻ വീണ്ടും ലീഡർ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അവിടെയാണ് നമ്മൾ ഐഡിയ സബ്മിഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലോഗൗട്ട് ചെയ്യാം. വീണ്ടും സ്റ്റുഡൻസ് ലോഗിനിൽ പോയി ലീഡർ അക്കൗണ്ട് ഞാൻ ലോഗിൻ ചെയ്തു. സോ അവിടെ പോയതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡിയ സബ്മിഷനാണ്. ഓക്കെ, സോ ഈ ഐഡിയ സബ്മിഷൻ ആക്ച്വലി ഓഗസ്റ്റ് 31 വരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും നിങ്ങൾ ആസ് സൂൺ ആസ് പോസിബിൾ കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾ പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുക, വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ടീമിനെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ പ്രോബ്ലം കണ്ടുപിടിക്കാനുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള നമ്മളെ പ്യൂപ്പിളിനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോബ്ലം കണ്ടുപിടിക്കുന്ന ആ ഒരു ഒബ്സർവേഷൻസിലും ആ ഒരു റിസർച്ചിലായിരിക്കണം നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. നല്ലൊരു ബെസ്റ്റ് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ വന്നിട്ട് നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഐഡിയാസ് കിട്ടുന്നില്ല എങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, പ്രോബ്ലം ഷെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം. ഞാനിവിടെ പ്രോബ്ലം ഷെൽഫ് ക്ലിക്ക് ചെയ്തു. ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അഗ്രികൾച്ചർ പ്ലാന്റ് സയൻസ് ആൻഡ് സ്മാർട്ട് ഫാമിങ്ങിൻ്റെ അണ്ടറിൽ 6 ചലഞ്ചസ് ഇവിടെ കാണാൻ പറ്റും.
അപ്പം ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ 6 ചലഞ്ചസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ ഇവിടെ കാണാം. ഇപ്പോൾ ഞാനിവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചലഞ്ച് കണ്ടിരുന്നു, ഡെവലപ്മെൻറ്റ് ഓഫ് എ റബ്ബർ ടാപ്പിംഗ് ഡിവൈസ്. ഓക്കെ, സോ അതൊരു ചലഞ്ചാണ്. നമുക്കറിയാം റബ്ബറിൻ്റെ മുകളിൽ നമ്മൾ ടാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ റബ്ബർ എടുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഡിവൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. മേ ബി ഡീറ്റെയിൽഡ് വ്യൂവിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. യെസ്, സോ പ്രോബ്ലം ക്യാൻവാസ്, തീം എന്താണ് തീം എന്നുള്ളത്. അതായത് നമ്മളിത് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഏത് തീമിൻ്റെ അണ്ടറിലാണ് ആ ഒരു പ്രോബ്ലം വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ സബ് തീം വരുന്നുണ്ട്, പ്രോബ്ലം ടൈറ്റിൽ, സെക്ടർ, അതേപോലെ തന്നെ ജോഗ്രഫിക് റെലവൻസ്, നാഷണൽ, ബാക്ക്ഗ്രൗണ്ട് കോണ്ടന്റ്, അതെന്താണ് അതിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് ആണ് ആദ്യം പറയുന്നത്, കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, എല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. കീ ചലഞ്ചസ് സ്പേസ് എന്ന് പറയുന്നത് ലോ അവൈലബിലിറ്റി ഓഫ് സ്കിൽഡ് ലേബർ, ഹൈ ലേബർ കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെ അതായത് ഏതൊരാൾക്ക് വന്നു കഴിഞ്ഞാലും നമ്മൾ പ്രപ്പോസ് ചെയ്യുന്ന മെഷീൻ ഉപയോഗിച്ചിട്ട് റബ്ബർ ടാപ്പിംഗ് ചെയ്യാൻ പറ്റണം. ഇതൊരു ചലഞ്ചാണ്. ഇപ്പോൾ നമുക്ക് വേറെ ചലഞ്ചൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഇതേപോലെ ഈ പ്രോബ്ലം ഷെൽഫിൽ പോയിട്ട് ഇതിലേതെങ്കിലും ഒരു ചലഞ്ച് എന്ത് ചെയ്യാം, നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെയും ചെയ്യാമെന്നുള്ളൊരു എക്സാമ്പിൾ കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, യെസ്, ഞാനൊന്ന് ബാക്കോട്ട് പോകുന്നുണ്ട്. ഡാഷ്ബോർഡിലേക്ക് തന്നെ വന്നു. പ്രോബ്ലം ഷെൽഫിലാണ് നമ്മൾ പറഞ്ഞത്. അതേപോലെ തന്നെ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടത് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൾച്ചറൽ, ആർട്സ് ആൻഡ് അതിൽ 0 ചലഞ്ചാണ്. ഇതിൽ 14 ചലഞ്ചസ് ഉണ്ട്. കോംപ്ലിമെൻ്ററി ആൻഡ് ആൾട്ടർനേറ്റീവ് മെഡിസിൻ, ആയുഷ്, ക്ലൈമറ്റ് ചേഞ്ച്, അഡാപ്റ്റേഷൻ, എൻവയോൺമെൻറ്റൽ സയൻസ്, അതിൽ 10 ആക്റ്റീവ് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയാലും ഏതെങ്കിലും ഒരു ചലഞ്ച് ഇതിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലുള്ള ചലഞ്ച് തന്നെ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, സോ മൈ ഡിയർ സ്റ്റുഡൻസ്, പ്രോബ്ലം ഷെൽഫാണ് നമ്മൾ പറഞ്ഞത്. സോ നമുക്ക് ഐഡിയാസ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രോബ്ലം ഷെൽഫിൽ പോകുന്നു, അതിലുള്ള ഏതെങ്കിലും ഐഡിയാസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മളെ ഓൺ ഐഡിയാസ് നിങ്ങൾ റിസർച്ച് ചെയ്ത് നിങ്ങൾ ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് സർവേ കളക്ട് ചെയ്ത് നിങ്ങളൊരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്ത് ഒരു ന്യൂ ഐഡിയ ആണെങ്കിൽ അതിവിടെ മൈ ഐഡിയാസ് എന്ന് പറയുന്ന ഇവിടെയാണ് നമ്മൾ ഐഡിയാസുകൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഏത് ഐഡിയ ആണെങ്കിലും മൈ ഐഡിയാസിൽ പോയതിന് ശേഷം സബ്മിറ്റ് ന്യൂ ഐഡിയ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ പറയുന്ന നിങ്ങളുടെ പ്രോബ്ലം എന്താണ്, നിങ്ങളുടെ ഐഡിയ, നിങ്ങൾ ഏത് പ്രോബ്ലത്തെയാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആർക്കാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയും. ഫാർമേഴ്സിനെയാണോ, ടീച്ചേഴ്സിനെയാണോ, അതേപോലെ തന്നെ ഓൾഡ് പീപ്പിൾസിനെയാണോ, കിഡ്സിനെയാണോ, ലേഡീസിനെ ഫീമെയിൽസിനെയാണോ, അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്, അതേപോലെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഐഡിയ സബ്മിഷനിൽ വേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് സബ്മിറ്റ് ന്യൂ ഐഡിയ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനുള്ള പേജ് വരും. അവിടെയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് YIPയുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റുഡൻസിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനാണ്. പിന്നെ നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വീഡിയോ കാണണം, ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യണം, അതല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ നമ്മുടെ ഐഡിയ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഐഡിയ സബ്മിഷന് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നല്ലൊരു ഐഡിയ നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ ഐഡിയയും കൂടി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ വർഷത്തെ YIPA കോമ്പറ്റീഷനിൽ നിങ്ങൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞു. സോ ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ ദ പാർട്ടിസിപ്പൻറ്റ്സ്. താങ്ക് യു.